താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് മോഹിപ്പിക്കുകയും മാടി വിളിക്കുകയും ചെയ്യുന്ന പ്രലോഭനം. അത് സ്ഥാനമാനങ്ങളിൽ നിന്നായാലും ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നായാലും നിർബന്ധം കല്ലേ പിളർക്കുന്ന കൽപ്പന പുറപ്പെടുവിക്കുന്ന രാജാവിൽ നിന്നാണെങ്കിലും ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമായ തങ്ങളുടെ ശരീരത്തെ ഒന്നിനെ കൊണ്ടും അശുദ്ധമാക്കുകയില്ല എന്ന് ഉറപ്പിച്ച ഭക്തന്മാർക്ക് രാജഭോജനം കഴിച്ച ശേഷം മനുഷ്യരെക്കാൾ മുഖപ്രസാദവും അഴകും അതെ മുഖപ്രസാദവും അഴകും നൽകി രാജാവിനെയും രാജകൊട്ടാരത്തെയും അമ്പരപ്പിച്ച ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം. അത് ഭക്തൻ്റെ ഉറപ്പാണ്. നിങ്ങളുടെ ശത്രുക്കൾ അസൂയപ്പെടും വിധം നിങ്ങളുടെ ജീവിതത്തെ ദൈവം സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന, നിങ്ങളുടെ മുഖത്ത് ചിരി വരുത്തുന്ന ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം തന്നെ. ഒരാഹാരത്തിനും നൽകുവാൻ കഴിയാത്ത സന്തോഷവും അഴകും പുഷ്ടിയും എவ்விധത്തിൽ ഭക്തന്മാർ പ്രാപിച്ചെടുത്തു. ആ രഹസ്യം, അതൊരു രഹസ്യമാണ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് മുൻപിൽ അത് പരസ്യമാക്കപ്പെടുകയാണ്. ഒന്ന്, തങ്ങളുടെ ശരീരത്തെ യാതൊന്നുകൊണ്ടും അശുദ്ധമാക്കുകയില്ല എന്ന ഭക്തന്മാരുടെ ഉറപ്പ്. രണ്ട്, ലോകത്തിലെ മേൽത്തരമായ ശ്രേഷ്ഠമായ ഏത് ഭോജ്യത്തെക്കാളും വലുതാണ് ദൈവത്തിനൊപ്പമായിരുന്നു ഭക്ഷിക്കുന്ന അടിമകളുടെ ഭക്ഷണമെന്ന തിരിച്ചറിവ്. അപ്പോൾ ഇതേ തുടർന്ന് ഭക്തന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ അത്ഭുതം, ആ മുഖപ്രസാദം, അവരുടെ ജീവിതത്തിലേക്ക് അവർ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ, സ്ഥാനമാനങ്ങൾ, അതെ, ഒന്നും നഷ്ടപ്പെട്ടവരായി അവർ മാറുന്നില്ല. മറിച്ച് ലോകം ഓഫർ ചെയ്തതിൽ അധികം നൽകി തൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന ഭക്തനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഇവിടെ നിന്ന് രാജകൊട്ടാരത്തിൽ നിന്ന് തന്നെ ആ പ്രഖ്യാപനം വായിച്ച് ആ ദൈവപ്രവൃത്തി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ഇമേൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അല്പമായി വിശദീകരിച്ച് പ്രാർത്ഥനയോടെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നമ്മൾ ആരംഭിക്കും. അപ്പോൾ അതിലേക്കായി 3 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം ആദ്യം വായിക്കട്ടെ. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. 2, 17-ാമത്തെ വാക്യം. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയിലും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. 3, 20-ാമത്തെ വാക്യമാണ്. രാജാവ് അവരോട് ജ്ഞാന വിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തിലെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. ദാനിയേലോ കോരശ് രാജാവിൻ്റെ 1-ാം ആണ്ടുവരെ ജീവിച്ചിരുന്നു. അപ്പോൾ ഈ വചനം വെച്ച് ഭക്തന്മാരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ആ വിടുതലിൻ്റെ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോകുക. അപ്പോൾ റെഡിയാണോ? പ്രാർത്ഥിക്കുവാൻ കൂടെ വരുമല്ലോ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് എവിടെ ആയിരുന്നാലും പ്രാർത്ഥിക്കാൻ മടിക്കണ്ട. വായ് തുറന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ആരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ പ്രാർത്ഥിക്കുക. വായ് തുറന്ന് പ്രാർത്ഥിക്കുവാൻ കഴിവുള്ള സ്ഥലത്താണെങ്കിൽ എനിക്കൊപ്പം ചേർന്ന് ശബ്ദമുയർത്തി തന്നെ പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾക്ക് തുടക്കമായി മാറും. ദൈവത്തോടൊപ്പം ചേർന്ന് നിങ്ങൾ പലതും പ്രാപിക്കുന്നതിൻ്റെ തുടക്കമായി ഈ ദിവസം, അതെ, ഈ പ്രാർത്ഥന മാറും. അപ്പോൾ പ്രാർത്ഥിക്കാം. യേശുവേ, രാജകീയ ഭോജനം കഴിച്ച ശേഷം പേരെക്കാൾ അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന അങ്ങയുടെ ഭക്തന്മാർക്ക് അഴകും മുഖപ്രസാദവും ആരോഗ്യവും അനുഗ്രഹങ്ങളും സ്ഥാനമാനങ്ങളും നൽകി മാനിച്ച കർത്താവേ, അടിയനായിരിക്കുന്ന സ്ഥാനത്ത് അടിയൻ്റെ ശത്രുക്കൾ കണ്ടമ്പരക്കും വിധത്തിൽ അടിയൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും
സ്ഥാനമാനങ്ങളും നന്മകളും നൽകി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുക സഹോദര സഹോദരി, പ്രാർത്ഥിക്കുക. യേശുവേ, ഞാൻ ജോലി ചെയ്യുന്ന ഈ സ്ഥാനത്ത് എൻ്റെ തകർച്ച കാണുവാൻ, എൻ്റെ നാശം കാണുവാൻ നോക്കി ഇരിക്കുന്നവർ, അവരെ പോലെ ജീവിക്കാത്തത് കൊണ്ട് എന്നെ മാറ്റി നിർത്തുന്നവർ, എന്നെ ഒതുക്കിക്കളയുന്നവർ കണ്ട് അമ്പരക്കും വിധത്തിൽ അപ്പാ ഇവിടെ എനിക്ക് സന്തോഷം നൽകണമേ. ഈ ജോലി സ്ഥലത്ത് എനിക്ക് സന്തോഷം നൽകണമേ. ഈ ജോലിയിലൂടെ എനിക്ക് നന്മകളെ നൽകണമേ. ഈ ജോലിയിൽ എനിക്ക് ഉയർച്ച നൽകണമേ. ഇവിടെ എനിക്ക് സ്ഥാനമാനങ്ങൾ നൽകണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. നീ ആയിരിക്കുന്ന ആ ജോലി സ്ഥലത്ത് നിനക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത സ്ഥാനമാനങ്ങളെ നൽകി കർത്താവ് നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അതേ സഹോദര സഹോദരി, നിനക്ക് ഒത്തിരി നാളായി ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, എന്നാൽ അതിനൊത്തവണ്ണമുള്ളത് പ്രാപിച്ചെടുക്കുവാൻ ഇപ്പോഴും കഴിയുന്നില്ല. ആ ജോലി സ്ഥലത്ത് കയ്യാലപ്പുറത്ത തേങ്ങ പോലെ നിന്റെ ജീവിതമായി മാറിയിരിക്കുന്നു. എന്നാൽ അവിടെ ചിലർ, മണിയടിക്കാരായ ചിലർ, നിനക്ക് മുമ്പേ നീ കൈവശമാക്കേണ്ട പലതും കൈവശമാക്കി കയറി പോകുന്നുണ്ട്. നിനക്കതിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ നീ അത് ചെയ്യത്തില്ല, നീ അത് ചെയ്യുവാൻ പാടില്ല. കാരണം നീ ഒരു ദൈവ പൈതലാണ്. അതെ, ആ ഉറപ്പിൽ നീ ചെയ്യുന്നില്ല, മണിയടിക്കുവാൻ പോകുന്നില്ല. മദ്യവും മദിരാശിയും ഒപ്പം കൂടെ കൂട്ടി പലരെയും സ്വാധീനിക്കുവാൻ നീ ശ്രമിക്കുന്നില്ല. അങ്ങനെ സ്വാധീനിക്കുന്നവർ അവിടെ നിൽക്കയിൽ തന്നെ അവർക്ക് മുകളിൽ എൻ്റെ കർത്താവ് നിന്നെ ഉയർത്തുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. എത്ര പേർ രാമേൻ പറയും? അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. ഓ യേശുവിൻ നാമത്തിൽ അവിടെ നീ ഉയരുവാൻ പോകുക. സ്തോത്രം. വിട്ടുവീഴ്ച ചെയ്തിട്ടല്ല. ഓ ആമേൻ ആമേൻ. ഉറച്ചു നിന്നിട്ട് ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നിട്ട്, ഞാൻ അശുദ്ധനാകയില്ല, ഞാൻ അശുദ്ധയാകയില്ല. ശേഷൻ പേരെ പോലെ പേരും പെരുമയുമുള്ള എല്ലാമുള്ള ലോകപ്രകാരം ജീവിക്കുന്നവരെ പോലെ ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കയില്ല. അതേ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കും. നീ തീരുമാനിക്കുമ്പോൾ നിന്റെ തീരുമാനത്തിനകത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, അവിടെ അവൻ നിന്നെ മാനിക്കുവാൻ പോകുക. പ്രാർത്ഥിക്കും സഹോദരി. യേശുവേ, എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ച കാണുവാൻ, ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ തെറ്റിപ്പിരിയുന്നത്, വേർപിരിയുന്നത് കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്ന, അതിനുവേണ്ടി നുണകൾ പറയുന്ന, അസൂയയോടെ ഞങ്ങൾക്ക് വിരോധമായി പലതും ചെയ്യുന്ന ആ ശത്രുവിനെ അമ്പരപ്പിക്കും വിധം എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം നൽകണമേ. ഞാനും എൻ്റെ ഭർത്താവും ചേർന്ന് സന്തോഷിക്കുന്ന ദിവസങ്ങൾ എനിക്ക് മുമ്പിൽ നൽകി എന്നെ മാനിക്കണമേ. പ്രാർത്ഥിക്കുക സഹോദരി. നിന്റെ ശത്രു അതേ അസൂയയോടെ നുണ പറയുന്ന, പലതും പറഞ്ഞ്, ഇല്ലാത്തതും ഉള്ളതും പറഞ്ഞ് നിന്റെ കുടുംബത്തെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുന്ന ആ ശത്രുക്കളുടെ മധ്യത്തിൽ, താങ്ക് ഗോഡ്, അവർ അമ്പരക്കും വിധത്തിൽ എൻ്റെ കർത്താവ് അമ്മേൻ നിന്റെ ജീവിതത്തിനകത്ത് സന്തോഷത്തെ നൽകുക. അതേ, നിന്റെ ഭർത്താവിൻ്റെ മടങ്ങി വരവെന്ന സന്തോഷത്തെ എൻ്റെ കർത്താവ് തരിക. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദര വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ ഭാര്യയുടെ മടങ്ങി വരവെന്ന സന്തോഷം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ പോകുക. നിന്നെ ചിരിച്ചവനായി, സ്തോത്രം, ആ കണ്ണുനീരിന് അറുതി ഉണ്ടാകുവാൻ പോകുക. സഹോദരി സഹോദര, നിന്നെ ചിരിച്ചവനായി, ചിരിച്ചവളായി ഒപ്പമുള്ളവർ കാണുവാൻ പോകുക. അവർക്ക് അസൂയ തോന്നും വിധം, അവർ അമ്പരക്കും വിധം, ഇതെങ്ങനെ സംഭവിച്ചു, അയ്യോ നിന്റെ തകർച്ച കണ്ട് അതവൾക്ക് കിട്ടേണ്ടതാണ്, അവളുടെ കയ്യിലിരിപ്പിന്റെ ഫലമാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ അമ്പരക്കും വിധത്തിൽ, അതെ അമ്പരക്കും വിധത്തിൽ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ആ സന്തോഷത്തെ തിരികെ കൊണ്ടുവരിക. യെസ്, യേശുവിൻ നാമത്തിൽ റിസീവ് ചെയ്ത് പ്രാർത്ഥിക്കുക. ആ സന്തോഷം നിന്റെ ജീവിതത്തിൽ തിരികെ വരിക. അമ്മേൻ ആമേൻ ആമേൻ. മാതാവേ, പിതാവേ, പ്രാർത്ഥിക്കേ. യേശുപ്പാ, എൻ്റെ തലമുറകളുടെ തകർച്ച കാണുവാൻ, വീഴ്ച കാണുവാൻ കാത്തിരിക്കുന്ന ശത്രു അമ്പരന്ന് പോകും വിധത്തിൽ എൻ്റെ തലമുറകളുടെ ജീവിതത്തിലേക്ക് അങ്ങ് സന്തോഷം കൊണ്ടുവരണമേ. പരീക്ഷകൾ ജയിച്ച സന്തോഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ. ജോലി കിട്ടിയ സന്തോഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ. അപ്പാ, അവർ ചിരിച്ചു തുടങ്ങട്ടെ. അപ്പാ, അവരുടെ മ്ലാനമായ വാടിയ മുഖങ്ങളിൽ ചിരി ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാമേ, നിന്റെ തലമുറകൾ, സ്തോത്രം, അവരുടെ മുഖത്ത് ആ സന്തോഷം നീ കാണുവാൻ പോകുക. കരഞ്ഞു തളർന്ന കണ്ണുകൾ, അവസ്ഥ മാറുവാൻ പോകുക. ദീർഘനാളുകളായി വിവാഹം നടക്കുന്നില്ല. പലരും പല വാക്കുകൾ പറഞ്ഞ് പരിഹസിക്കുന്നത് കേട്ട് മുറിക്കകത്ത് കഥകടച്ചിരുന്ന് ഒറ്റയ്ക്ക് കരയുന്ന നിന്റെ തലമുറയുടെ വാടിയ മുഖം കണ്ട് ഹൃദയം പിളർന്നായിരിക്കുന്ന നിന്നോട് തന്നെ അവളുടെ സന്തോഷമുള്ള മുഖം നീ കാണുവാൻ പോകുക. അവൾ സന്തോഷത്തോടെ നിന്റെ ഭവനത്തിനകത്ത് നിന്ന് ഭർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ശത്രു കണ്ട അമ്പരക്കും വിധത്തിൽ പലതും പറഞ്ഞ് നിന്റെ തലമുറയുടെ വിവാഹം നടക്കാത്ത വിധത്തിൽ പലതും ചെയ്തു കൂട്ടുന്ന ശത്രു അമ്പരക്കും വിധത്തിൽ എൻ്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ ആ സന്തോഷം, ആ സന്തോഷം വിശ്വാസത്തോടെ ഉറച്ചു നിൽക്ക്. ദൈവസന്നിധിയിൽ തീരുമാനമെടുക്ക്. എന്ത് വന്നാലും, എന്ത് പ്രശ്നം വന്നാലും എൻ്റെ ദൈവത്തെ വിട്ട് ഞാൻ മാറത്തില്ല. ഉറച്ചു നിൽക്ക്. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. വിവാഹം കഴിഞ്ഞ് അധികം നാളാകുന്നതിന് മുമ്പേ വീട്ടിനകത്ത് തിരിച്ചു വന്നിരിക്കുന്ന നിന്റെ മകളെക്കുറിച്ച് ഓർത്ത് വല്ലാതെ ഭാരപ്പെടുക. അവളെ സന്തോഷത്തോടെ അവളുടെ ഭർത്താവ് വന്ന് തിരികെ വിളിച്ചു കൊണ്ടുപോവുക.
ഇതുവരെ മരുമകനായിരുന്നവൻ നിന്റെ മകനായി മാറുവാൻ പോകുക. ആമേൻ. ആ സന്തോഷം രാജ്യങ്ങളുടെ വാതിലുകൾ തങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെട്ടു എന്ന സന്തോഷ വാർത്ത നിങ്ങളുടെ തലമുറകൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ പോകുക. ആ അഡ്മിഷൻ കിട്ടിയെന്ന സന്തോഷ വാർത്ത, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവർ ജയിച്ചു എന്ന സന്തോഷ വാർത്ത നീ അറിയുവാൻ പോകുക. അവർക്ക് മുമ്പേ നീ അറിഞ്ഞ് സന്തോഷിക്കുവാൻ പോകുക. നീ സന്തോഷിക്കരുതെന്ന് പറഞ്ഞ് പലതും ചെയ്തു കൂട്ടിയ ശത്രു അമ്പരക്കും വിധത്തിൽ ഇതെങ്ങനെ സംഭവിച്ചു, എൻ്റെ മന്ത്രവാദിക്ക് എന്ത് പറ്റി, എൻ്റെ മന്ത്രവാദി ചെയ്ത കർമ്മങ്ങൾക്ക് എന്ത് പറ്റി, അയ്യോ ഞാൻ അവിടെ നേർച്ച നേർന്നതാണല്ലോ, അവിടെ ഞാൻ തലയ്ക്കൊഴിഞ്ഞിട്ടതാണല്ലോ, അവിടെ ഞാൻ ആ പിള്ളേരുടെ പലതും എടുത്തുകൊണ്ട് പോയി കർമ്മം ചെയ്തതാണല്ലോ, അവിടെ പലതും ചെയ്ത് പിള്ളേർക്ക് കൊണ്ട് കൊടുത്തതാണല്ലോ, എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നിന്റെ ശത്രു ചോദിക്കുവാൻ പോകുക. അவ்விധത്തിൽ കർത്താവ് പ്രവർത്തിക്കും. ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്ക്. ഓ സ്തോത്രം. കുഞ്ഞുമക്കളെ, ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്ക്. അശുദ്ധനാക്കരുതേ. കുഞ്ഞുമക്കളെ, ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്ക്. പഠിക്കുന്നതൊക്കെ ഓർമ്മയിൽ നിൽക്കും. ഓ താങ്ക് ഗോഡ്. ഇപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല, വല്ലാത്ത സങ്കടമാണ്. ഒത്തിരി പഠിക്കുന്നുണ്ട്, പക്ഷെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. നീ പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കും. ദൈവം ആ ജ്ഞാനവും വിവേകവും നൽകി ബുദ്ധിമണ്ഡലങ്ങളെ തുറന്ന് നിന്നെ മാനിക്കും. നിനക്കൊപ്പമുള്ളവരെക്കാൾ ബുദ്ധിയുള്ളവനായി യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മാതാവേ പിതാവേ പഠിക്കുന്ന നിങ്ങളുടെ തലമുറകളെക്കുറിച്ചാണ് ഒപ്പമുള്ളവരെക്കാൾ ബുദ്ധിയുള്ളവരാക്കി അവരെ എൻ്റെ കർത്താവ് മാറ്റുവാൻ പോകുക. സന്തോഷം നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിലേക്ക് അവൻ തിരികെ തരും. പ്രാർത്ഥിക്കേ. യേശുവേ, രോഗിയായി തീർന്നത് മുതൽ കർത്താവേ മറ്റുള്ളവർക്ക് പരിഹാസവും നിന്ദയുമായി ഞാൻ മാറിയിരിക്കുന്നു. അപ്പാ അവരെ അമ്പരപ്പിക്കും വിധത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് സൗഖ്യത്തെ തന്ന് എനിക്ക് എൻ്റെ പഴയ സന്തോഷത്തെ തിരികെ തരണമേ. പ്രാർത്ഥിക്കുക സഹോദരി, പ്രാർത്ഥിക്കുക സഹോദര. നിന്റെ രോഗത്തെ സൗഖ്യമാക്കി. ഓ താങ്ക് ഗോഡ്. എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് സന്തോഷത്തെ കൊണ്ടുവരിക. യേശുവിൻ നാമത്തിൽ ആ രോഗം ഇപ്പോൾ വിട്ടുപോകുക. വിടാതെ പിന്തുടരുന്ന നിന്നെ വേട്ടയാടി പിടിക്കുന്ന ആ രോഗം, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ രോഗം വിട്ടുമാറുന്ന കൃപയ്ക്കായി. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിച്ചാട്ടെ. ആ കടഭാരത്തിൽ നിന്ന് പുറത്തു വരുവാൻ യേശോപ്പാ ഞാൻ ആഗ്രഹിച്ചു പ്രതീക്ഷിച്ചു തുടങ്ങി. എൻ്റെ ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും പൂർത്തീകരണം കാണുവാൻ കഴിയാതെ കടത്തിന്മേൽ കടം കയറി നിരാശനുമായി തലകുനിച്ച് ഞങ്ങളിതായിരിക്കുന്നു. അപ്പാ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ശത്രു അയ്യോ ചിരിക്കുന്നു കർത്താവേ. ആ ശത്രുവിൻ്റെ മുഖം അമ്പരപ്പ് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ അവൻ ആശ്ചര്യപ്പെടും വിധത്തിൽ എൻ്റെ ദൈവം അങ്ങ് പ്രവർത്തിക്കണമേ. ശത്രുവിനെ അമ്പരപ്പിക്കുന്ന ദൈവപ്രവൃത്തി, ദൈവിക സന്തോഷം എൻ്റെ ജീവിതത്തിൽ കടന്നു വരണമേ. ആ സ്ഥാപനം അനുഗ്രഹം പ്രാപിച്ചുള്ള സന്തോഷം അനുഭവിക്കുവാൻ പ്രാർത്ഥിക്കുക സഹോദരി. ആ സ്ഥാപനം അനുഗ്രഹത്തിലായി നീ സന്തോഷിക്കുവാൻ പോകുക. ആ സ്ഥാപനം അനുഗ്രഹത്തിലായി സഹോദര നീ സന്തോഷിക്കുവാൻ പോകുക. നിന്റെ ബിസിനസ് പച്ച പിടിച്ച് നീ സന്തോഷിക്കുവാൻ പോകുക. അത് നിലം തൊടത്തില്ല എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ നിന്റെ ബിസിനസ് പച്ച പിടിച്ച് നീ സന്തോഷിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നിന്റെ മിനിസ്ട്രി, നിന്റെ സഭ, നിന്റെ ശുശ്രൂഷ, നിന്റെ ദൈവവേല അത് പച്ച പിടിക്കുവാൻ പോകുക. ആമേൻ. അപ്പോൾ ഈ വിടുതൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നതും അവർ അനുഭവിക്കുവാൻ ഇടയായതുമായ ആ രണ്ട് കാര്യങ്ങളുടെ ചെറിയൊരു വിശദീകരണം. ഒന്ന്, തങ്ങളുടെ ശരീരത്തെ യാതൊന്നുകൊണ്ടും അശുദ്ധമാക്കുകയില്ല എന്ന് ഭക്തന്മാരായ ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ അവർ തീരുമാനിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അവരുടെ തീരുമാനത്തെ തുടർന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പ്രാർത്ഥിച്ച് ഇന്ന് നമ്മൾ പ്രാപിച്ചത്. അപ്പോൾ ആ പ്രാപിച്ചത് നിലനിൽക്കുവാൻ നമ്മളും ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. നിങ്ങൾക്കൊരു തീരുമാനമുണ്ടാകണം. എന്തൊക്കെ സംഭവിച്ചാലും, എന്ത് തന്നെ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നാലും, എത്ര വലിയ പ്രലോഭനം കടന്നു വന്നാലും ഞാൻ എന്നെ അശുദ്ധമാക്കുകയില്ല, എൻ്റെ ശരീരത്തെ അശുദ്ധമാക്കുകയില്ല. കാരണം എന്താ? നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അവൻ നിങ്ങളിൽ വസിക്കുന്നു. അവൻ നിങ്ങളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. നമുക്കാഗ്രഹം അവൻ ഏതെങ്കിലും പള്ളിയിൽ പോയി വസിക്കട്ടെ, ഏതെങ്കിലും കുരിശടിയിൽ പോയി വസിക്കട്ടെ, അതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ വസിക്കുവാനാണ്. അപ്പോൾ എവിടെയാണ് ഈ 4 പിള്ളേർ തീരുമാനമെടുക്കുന്നത്? ഒരു രാജധാനിയിൽ നിന്നാണ് അവർ തീരുമാനമെടുക്കുന്നത്. അവർ നിൽക്കുന്ന രാജധാനി അവരുടെ രാജധാനിയല്ല, മറിച്ച് അവർ അടിമകളായി പിടിക്കപ്പെട്ട് അവരെ പിടിച്ചു കൊണ്ടുവന്ന ആ രാജ്യത്തിലെ രാജധാനിയിലാണ് അവർ നിൽക്കുന്നത്. അവിടെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രലോഭനമുണ്ടാകുന്നു. എന്താണ് പ്രലോഭനം? രാജകീയ ഭക്ഷണവും വീഞ്ഞും കഴിക്കുവാൻ കിട്ടുന്ന ഒരവസരം. അവർക്ക് അതുവരെ കിട്ടിക്കൊണ്ടിരുന്നത് എന്താ? ശാഖപദാർത്ഥം, മീൻസ് അടിമകൾ കഴിക്കുന്ന ഭക്ഷണം, അടിമകൾക്കുള്ള ഭക്ഷണം.
അടിമകൾക്കുള്ള ഭക്ഷണവും പച്ചവെള്ളവും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുകയാണ്. അടിമകളുടെ ഭക്ഷണം കഴിക്കുന്നിടത്ത് നിന്ന്, അടിമകളുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ അവസ്ഥയിൽ നിന്ന് രാജകീയ ഭക്ഷണം കഴിക്കുന്നിടത്ത് രാജാവിൻ്റെ ഭക്ഷണം കഴിക്കുവാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? യെസ് പറഞ്ഞ് ആ ഓക്കെ, ഇത് തന്നെ ദൈവപ്രവൃത്തി, അയ്യോ ദൈവം എന്നെ ഇതാ മാനിച്ചിരിക്കുന്നു, അല്ലേ? നമ്മൾ അങ്ങനെ പറയും. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതല്പം നല്ല കാര്യമാണെങ്കിൽ നമ്മൾ പറയും ഇത് ദൈവം തന്നത് തന്നെ, ഇത് അയ്യോ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, ദൈവം എന്നെ മാനിച്ചിരിക്കുന്നു. എന്നാൽ പ്രിയരെ, അങ്ങനെ കാണുന്ന നല്ലതെല്ലാം നമുക്ക് ദൈവം തരുന്നതല്ല. ലോകത്തിന് നല്ലതായ പല കാര്യങ്ങളുണ്ട്, അതൊന്നും ഭക്തന് നല്ലതല്ല എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ആത്മീക പക്വത എന്നെ കേൾക്കുന്ന നിങ്ങൾക്കുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നോക്കിയേ, അവിടെ നിന്നുകൊണ്ട് ഈ ഭക്തന്മാർ ഒരു തീരുമാനം അറിയിക്കുകയാണ്. എന്താണ്? ഞങ്ങൾ ഈ ഭക്ഷണം കൊണ്ട്, രാജാവ് ഭക്ഷിക്കുന്ന ഈ ഭക്ഷണം കൊണ്ട്, അത് എന്തുകൊണ്ടാണ് മോശം ഭക്ഷണമായി മാറുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് ആവശ്യമില്ലാത്ത ഭക്ഷണമായി മാറുന്നത്? അത് വിഗ്രഹാർപ്പിതമാണ്. വിഗ്രഹങ്ങളുടെ മുൻപിൽ വച്ച് വിഗ്രഹങ്ങളെ സേവിച്ചതിന് ശേഷമുള്ള അതിൻ്റെ മിച്ചമെന്ന് പറയാം, ആ ആഹാരമാണ് വിഗ്രഹങ്ങളുടെ എച്ചിൽ, വിഗ്രഹ മാലിന്യം. അതാണ് രാജാവ് കഴിക്കുന്നത്. പേര് രാജാവ് എന്നൊക്കെ തന്നെയാണ്, പലരും പല നിലയിൽ ശ്രേഷ്ഠന്മാരൊക്കെ തന്നെയാണ്, പക്ഷേ എച്ചിലാണ് കഴിക്കുന്നത്. അപ്പോൾ നോക്കിയേ, പിന്നെ വീഞ്ഞും. അപ്പോൾ ഇത് രണ്ടും വേണ്ട. ആരോടാ പറയുന്നേ? രാജാവിൻ്റെ കൽപ്പന നിറവേറ്റുവാൻ വന്ന ഉദ്യോഗസ്ഥരോടാ പറയുന്നേ. ഞങ്ങൾക്ക് ഇത് ഭക്ഷിക്കുവാൻ കഴിയത്തില്ല, നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ അടിമകളുടെ ഭക്ഷണം തന്നാൽ മതി, ഞങ്ങൾക്ക് ഈ ഭക്ഷണം കൊണ്ട് അശുദ്ധി വരുവാൻ നീ ഇടയാകരുതേ. അപ്പോൾ ഉദ്യോഗസ്ഥനോട് പറയുക. പലപ്പോഴും ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് മുമ്പിൽ ചില പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നോ പറയാൻ പേടിയാണ്. കാരണം നമ്മൾ നോ പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാലോ? ആ ജോലി സ്ഥലത്ത് സഹോദരി, ചില പ്രലോഭനങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നിൻ്റെ ഭാര്യയോട് തെറ്റ് ചെയ്യുന്ന, നിൻ്റെ ഭർത്താവിനോട് തെറ്റ് ചെയ്യുന്ന, നിൻ്റെ മക്കളോട് തെറ്റ് ചെയ്യുന്ന, നിൻ്റെ ശരീരത്തോട് തെറ്റ് ചെയ്യുന്ന, നിൻ്റെ വേണ്ടപ്പെട്ടവരോടും പ്രിയപ്പെട്ടവരോടും കൂട്ടുകാരോടും ഒക്കെ തെറ്റിക്കുന്ന ഒരു പ്രലോഭനം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നിരിക്കട്ടെ. അവിടെ പലപ്പോഴും നോ പറയുവാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? അയ്യോ, ഞാൻ നോ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമോ, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകുമോ, ഒന്നാതെ ഇവിടെ പ്രശ്നത്തിന് മധ്യത്തിലായിരിക്കുന്നത്, ഇനി ഞാൻ ഇവന്മാരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം പോയില്ലെങ്കിൽ, അവരുടെ കൂട്ടത്ത് പോയി ഇരുന്നില്ലെങ്കിൽ, ആ കാര്യം ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നഷ്ടം വരുമോ എന്നുള്ള ചിന്തയാണ്. എന്നെ ഇവരെന്തെങ്കിലും ചെയ്യുമോ, എനിക്കെന്തെങ്കിലും ദോഷം വരുമോ? നിങ്ങൾ ഉറച്ചു നിന്നാൽ നിങ്ങളെ നിർബന്ധിക്കുന്നവർ നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങും. നോക്കിയേ, ഉദ്യോഗസ്ഥനാണ് രാജാവിൻ്റെ കൽപ്പനയുമായിട്ട് വരുന്നത്. ഈ 4 പിള്ളേർക്ക് അവിടെ യാതൊരു പ്രാധാന്യവുമില്ല. നമുക്കാണ് അവർ പ്രാധാന്യമുള്ളവർ. കാരണം അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരും സേവിക്കുന്നവരും ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരുമാണ്. അങ്ങനെയുള്ളവർക്ക് ഭക്തന്മാരുടെ ഇടയിലാണ് പ്രാധാന്യത. നിങ്ങളുടെ പ്രാധാന്യത ലോകമനുഷ്യരുടെ ഇടയിലല്ല, ഭക്തന്മാരുടെ ഇടയിലാണ്. ഭക്തന്മാർ നിങ്ങളുടെ ജീവിതം കണ്ട് പറയണം, അതേ ദൈവഭക്തനാണ്. ആമേൻ. അതെന്തോ വലിയ സന്തോഷമല്ലേ. അപ്പോൾ ഈ പിള്ളേർ ഉറച്ചു നിന്നങ്ങ് പറയുക, നോ പറഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥൻ വഴങ്ങിക്കൊടുത്തു. നിങ്ങൾ നോ പറഞ്ഞാൽ അത് നോ തന്നെയാണ്. ആ നോയെ അംഗീകരിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ നിർബന്ധിക്കുന്നവരെ ദൈവം മാറ്റും. എടാ കുഞ്ഞെ, പലതും പറഞ്ഞ് അവർ ഒരു പഫഡ് അല്പം കൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ നിനക്ക് നോ പറയുവാൻ കഴിയണം. അവരെന്ത് വിചാരിക്കും? അയ്യോ കൂട്ടുവെട്ടുമോ, അവർ കൂട്ടുകൂടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഒന്നും നീ ചിന്തിക്കരുതേ. അവർക്കത് അംഗീകരിക്കുവാൻ ഉള്ള മനസ്സ് കർത്താവ് കൊടുക്കും. ആമേൻ. നീ നോ പറ. എടി മോളെ, നീ നോ പറ, ധൈര്യമായിട്ട് നോ പറ. ഞാനത് ചെയ്യത്തില്ല, എൻ്റെ ദൈവത്തിന് അത് ഇഷ്ടമല്ല, എൻ്റെ ശരീരം എൻ്റെ ദൈവത്തിൻ്റെ ആലയമാണ്, അതിനെ ഞാൻ കൊണ്ട് അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്യത്തില്ല. എത്ര നിർബന്ധിച്ചാലും, എനിക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടാലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല. നോ പറയുവാൻ തയ്യാറാകണം. നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും നോ പറയുവാൻ തയ്യാറാകണം. ആ നോയാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോകുന്ന ഉറപ്പ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യത്തില്ല. അവർ പറയുക, ഞങ്ങളൊന്നും ചെയ്യത്തില്ല, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ഞങ്ങൾ ചെയ്യത്തില്ല. അപ്പോൾ അവർ നോ പറഞ്ഞു. വലിയ ഉദ്യോഗസ്ഥനാണ്, രാജാവിൻ്റെ കൽപ്പനയാണ്, അതൊന്നും അവർക്ക് വിഷയമേ അല്ല. നിങ്ങൾ ദൈവമക്കളാണ്, നിങ്ങൾ പ്രാധാന്യം കൊടുക്കുവാനുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ്. അത് ജോലി സ്ഥലത്താകട്ടെ, വീട്ടിനകത്താകട്ടെ, സ്കൂളിലാകട്ടെ, കോളേജിലാകട്ടെ, നിങ്ങൾ എവിടെ ആയിരുന്നാലും അവിടെ
ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം, ആ യഹൂദ ബാലന്മാരെ പോലെ. ഇനി രണ്ടാമത്തെ കാര്യം, ലോകത്തിലെ ഭക്ഷണത്തെക്കാൾ ശ്രേഷ്ഠമായ ഭക്ഷണമാണ് യേശുവിനൊപ്പം ആയിരുന്നു ഭക്ഷിക്കുന്ന അടിമയുടെ ഭക്ഷണമെന്ന തിരിച്ചറിവ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ലോകത്തിൽ നിങ്ങളെ മോഹിപ്പിക്കുകയും കൊതിപ്പിക്കുകയും മാടി വിളിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. എന്നാൽ നിങ്ങളൊരു കാര്യം തിരിച്ചറിയുക, യേശുവിനൊപ്പമായിരുന്നു വലിയ പേരും പെരുമയും പ്രതാപവും ഉള്ള ഒന്നുമില്ലെങ്കിലും ആ അല്പം യേശുവിനൊപ്പം നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ അല്പം ഈ ലോകത്തിലുള്ള എന്തിനേക്കാളും വലുതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥായിയായ സന്തോഷം തരും. ചിലപ്പോൾ ചെറിയ ജോലിയായിരിക്കാം, വലിയ ജോലിയില്ല, വലിയ ജോലി, പേരും പെരുമയുമുള്ള, ചിലപ്പോൾ നിങ്ങൾ ആരും അറിയുന്നില്ലായിരിക്കാം, നിങ്ങൾക്ക് അവിടെ വലിയ സ്ഥാനമാനമൊന്നും ഇല്ലായിരിക്കാം. നിങ്ങൾ ആ ജോലി സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ നിങ്ങളെ വിഷ് ചെയ്യാനോ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് ഇങ്ങനെ കൈകെട്ടി നിൽക്കാനോ ഒന്നും ആരും കാണത്തില്ല, ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരാളായിരിക്കാം നിങ്ങൾ. പക്ഷേ യേശു നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ആ ജോലി നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ഓഹ്, താങ്ക് ഗോഡ്. നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അയ്യോ ആ പൊസിഷനിൽ എനിക്ക് എത്തണം, എനിക്ക് അത്രയും അവിടെ നിന്ന് വാങ്ങണം, അതിനുവേണ്ടി നിങ്ങൾ അതെ ചെറിയ സന്തോഷങ്ങൾ. പക്ഷെ യേശു ഉണ്ടോ? യേശു കൂടെ ഉണ്ടെങ്കിൽ കഞ്ഞിയും ചമ്മന്തിയും മതി, അതൊരു സദ്യ. യേശു ഉണ്ടോ? യേശു ഉണ്ടോ? ആ ചെറിയതൊക്കെ മതി. അതിനാണ് പ്രാധാന്യം കൊടുക്കുവാനുള്ളത്. യേശു ഉണ്ടെങ്കിൽ ലോകത്തിലുള്ള എന്തിനേക്കാളും ശ്രേഷ്ഠമേറിയതാണ് നമ്മുടെ കയ്യിലുള്ളത്. കാരണം അവൻ അതിനെ വർദ്ധിപ്പിക്കുവാൻ കഴിയും. 5 അപ്പത്തെയും 2 മീനെയും 5000 പേർക്ക്, 5000 പുരുഷന്മാർക്കും അവരുടെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും തിന്ന് തൃപ്തി വരുവാനും ശിഷ്യന്മാർക്ക് ചുമന്നെടുക്കുവാനും തക്ക വിധത്തിൽ വർദ്ധിപ്പിച്ച കർത്താവിന് നിങ്ങളുടെ അല്പത്തെ വർദ്ധിപ്പിക്കുവാൻ കഴിയും. ലോകത്തിൽ നിങ്ങൾ കാണുന്ന ആ വിലയേറിയതൊന്ന് കണ്ണ് തള്ളിപ്പോകുന്ന അതിനെ ഒന്നുമല്ല, നിങ്ങളിലുള്ള അല്പത്തെ, ആ ചെറിയ ജോലിയെ നീ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുമെങ്കിൽ, ഓ സ്തോത്രം, കർത്താവിന് വർദ്ധിപ്പിക്കുവാൻ കഴിയും. ആ കുടുംബജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളേ ഉള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും, അപ്പുറത്തെ ചേട്ടൻ്റെ ഭാര്യയെ പോലെ ഇപ്പുറത്തെ ചേച്ചിയുടെ ഭർത്താവിനെ പോലെ അങ്ങനെ ഒന്നും ഇല്ല എങ്കിലും, ആമേൻ, യേശു ഉണ്ടോ? കർത്താവ് അതിനെ വർദ്ധിപ്പിക്കും. യേശുവിനൊപ്പം ആയിരിക്കുവാൻ കഴിയുന്നത് ആ ജീവിതത്തിലാണെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്, അതിനൊരു മഹത്വമുണ്ട്. ചെറിയ സന്തോഷങ്ങളേ ഉള്ളൂ കുടുംബത്തിനകത്ത്, ചെറുതൊക്കെ ഉള്ളൂ. പക്ഷേ പ്രാർത്ഥിക്കുവാനും കർത്താവിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാനും കഴിയുന്നുണ്ടോ? നിൻ്റെ ജീവിതത്തെ കർത്താവ് വർദ്ധിപ്പിക്കും. മാതാവേ, പിതാവേ, നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും മക്കളുടെ ജീവിതത്തിൽ കിട്ടിയില്ല, ചെറിയ ജോലിയാണ് കിട്ടിയത്. ആഗ്രഹിച്ച രാജ്യത്തൊന്നും അവർക്ക് പോകാൻ പറ്റിയില്ല, ആഗ്രഹിച്ചതുപോലെ ഒന്നും അവർക്കാവാൻ കഴിഞ്ഞില്ല. വിഷമിക്കേണ്ട. യേശു അവരുടെ ജീവിതത്തിലുണ്ടോ? അത് മഹത്വമേറിയതായി മാറും. ഓഹ്, താങ്ക് ഗോഡ്. യേശുവിനൊപ്പം നമ്മുടെ ജീവിതത്തിലുള്ള ആ അല്പമൊക്കെ വർദ്ധിച്ചു വരും. ആ ആരോഗ്യം വർദ്ധിക്കും, ആ ഇല്ലായ്മകളും ബാധ്യതയും കടവും ഒക്കെ മാറും, ഇന്നത്തെ മാറും. എപ്പോൾ? യേശുവിനൊപ്പം. അവർ പറയാം, ഞങ്ങൾക്ക് ദൈവത്തിനൊപ്പം ഇരുന്നാൽ മതി, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന യാതൊന്നും വേണ്ട. ദൈവത്തിനെ ഒഴിവാക്കിയിട്ടുള്ള ഒന്നിന് പിന്നാലെയും പോകരുതേ പ്രിയരെ. കർത്താവിനെ വിട്ടിട്ടുള്ള ഒന്നിന് പിന്നാലെയും നിങ്ങൾ പോകരുതേ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും വിധത്തിൽ, യേശുവിനൊപ്പം ചേർന്ന് ജീവിക്കുവാൻ അവസരം ഒരുങ്ങും വിധത്തിലുള്ള കാര്യം മാത്രം ചെയ്യുക. അതെത്ര ചെറിയ കാര്യമായിരുന്നാലും അതിന് പ്രാധാന്യം കൊടുക്കുക, അതിനെ ശ്രേഷ്ഠമെന്നിടുക. കർത്താവ് നിങ്ങളെ മാനിക്കും. എങ്ങനെ? ആ 4 പേരെ കർത്താവ് മാനിച്ചതുപോലെ. അവരുടെ ജീവിതം ഒന്ന് ചിന്തിച്ച് നോക്കുകയും വചനം പറയുന്നു, ആ 17ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. അവർ സമർത്ഥന്മാരായി മാറി. നിങ്ങൾ ആ തൊഴിലിടത്തിൽ സമർത്ഥന്മാരായി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുത്താൽ നിങ്ങളുടെ സാമർഥ്യം നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കും. അമ്മേ, നീ സാമർഥ്യമുള്ളൊരു ഭാര്യയായി മാറും. സഹോദരി, നീ സാമർഥ്യമുള്ളൊരു ഭർത്താവായി മാറും. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറമുള്ള സന്തോഷങ്ങളെ കൊണ്ടുവരും. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾ സാമർഥ്യമുള്ളവരായി മാറും. നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ പല നിലകളിൽ പിടിക്കപ്പെട്ട് കൊള്ളരുതാത്തവരായി തീരുന്ന തലമുറകൾ മാറുന്ന ഈ ലോകത്ത് നിങ്ങളുടെ മക്കൾ സാമർഥ്യമുള്ളവരായിരിക്കും. അവരെ പറ്റിക്കുവാനും അവർ പെട്ടുപോകുവാനും ദൈവം അനുവദിക്കത്തില്ല. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം നൽകുമ്പോൾ ഒരിക്കൽ കടപ്പുറത്ത് ആകാശത്തിലേക്ക് നോക്കി നക്ഷത്രം വേണ്ടി, അയ്യോ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിയിട്ടും എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് തളർന്നു കിടക്കുന്ന അബ്രഹാമിൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് ദൈവം പറയുന്നൊരു കാര്യം ഇതാ, അബ്രഹാമേ, നീ നോക്ക്, നീ കണ്ട് എണ്ണി തളർന്നു കിടക്കുന്ന ഈ നക്ഷത്രങ്ങളെ പോലെയുള്ള മക്കളെ ഞാൻ നിനക്ക് തരും. എന്നിട്ട് പറയുക, നിന്റെ മക്കൾ കടൽ തീരത്തെ മണൽത്തരി പോലെ ആയിരിക്കും.
എണ്ണത്തിനെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ, ഈ കടൽ തീരത്തെ മണൽത്തരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ കയ്യിലൊന്ന് വാരി മുറുക്കെ പിടിച്ചു നോക്കിയേ, അത് എത്ര മുറുക്കുമോ അത്രത്തോളം കയ്യിൽ നിന്ന് പുറത്തു വരും, അത് കൈക്കകത്ത് നിൽക്കത്തില്ല. അതുപോലെയാണ് നിങ്ങളുടെ മക്കൾ. അവർ സാമർഥ്യമുള്ളവരായിരിക്കും. ഒരു പിശാചിനും അവരെ പിടിച്ച് ഞെരിക്കുവാൻ കഴിയത്തില്ല, അവരെ പിടിച്ചൊതുക്കുവാൻ കഴിയത്തില്ല. സാമർഥ്യം തരും. ആ ബിസിനസ് ചെയ്യുവാനുള്ള സാമർഥ്യം സഹോദരി നിനക്ക് തരും, സഹോദര നിനക്ക് തരും. നിൻ്റെ സ്ഥാപനത്തെ നല്ല നിലയിൽ കൊണ്ടുപോകാനുള്ള സാമർഥ്യം തരും. കർത്താവിൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുക. അവിടെയുള്ള ശേഷം പേരെക്കാൾ ശ്രേഷ്ഠന്മാരായി അവർ മാറുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. സ്ഥാനമാനങ്ങൾ നൽകി ആ രാജാവ് അവരെ മാനിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുമെങ്കിൽ ഈ ലോകം നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നതിലും അധികം നൽകി, അധികം നൽകി കർത്താവ് നിങ്ങളെ മാനിക്കും. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കുന്നു. വിശ്വസ്തയോടെ ആ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ ആയിരിക്കുക. അപ്പോൾ തീരുമാനം, ഇന്ന് ആ തീരുമാനമെടുക്കണം. ഇനി ഒന്നുകൊണ്ടും ഞാൻ എൻ്റെ ശരീരത്തെ അശുദ്ധമാക്കുകയില്ല, എൻ്റെ കർത്താവിന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യത്തില്ല, എനിക്ക് എൻ്റെ കർത്താവ് മതി, അവനോട് കൂടെയുള്ള ജീവിതം മതി. തീരുമാനമെടുത്തോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് തുടങ്ങുക. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്നില്ല, പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല, ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അതിനുള്ള കൃപ നിങ്ങൾക്ക് തരും. നോ പറയാനും മടിക്കണ്ട. അതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ സഭാരാധനയുടെ ലൈവ് സ്ട്രീം ഉണ്ട് 10:30 മുതൽ. നിങ്ങൾക്ക് ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ലൈവ് സ്ട്രീമിൽ ഒപ്പം ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കർത്താവിനെ ആരാധിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം, കർത്താവിന് വേണ്ടി നിൽക്കാം, ഏറ്റവും നല്ലത് പ്രാപിച്ചെടുക്കാം. എന്നാ കണ്ണടച്ചോ. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിതമായിരിക്കുന്ന നല്ല സമയം. അപ്പോൾ പല പ്രലോഭനങ്ങളാൽ വലഞ്ഞ് പലതിനോട് നോ പറയുവാൻ കഴിയാതെ, എതിർത്ത് നിൽക്കുവാൻ കഴിയാതെ പ്രിയപ്പെട്ടവരായിരിക്കുന്നു. അപ്പോൾ നോ പറയുവാനുള്ള ശക്തി അങ്ങ് നൽകണമേ. അങ്ങ് മതി, അങ്ങേ വിട്ടൊരു ജീവിതമില്ല എന്ന് ഉറച്ച തീരുമാനത്തോടെ ഇവർ മുൻപോട്ട് പോകട്ടെ. അങ്ങനെ ഇവർ തീരുമാനിക്കുമ്പോൾ ഇവർ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ രോഗികളായി അടിയനെ കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ, ഈ രോഗികളെ സൗഖ്യമാക്കട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്ന കൃപയ്ക്കായി ആമേൻ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ, അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകണമേ. നല്ല ജോലികൾ ലഭിക്കട്ടെ, നല്ല വരുമാനമുള്ള ജോലികൾ ലഭിക്കട്ടെ. ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പുതിയ ജോലികളെ നൽകി മാനിച്ചാട്ടേപ്പാ. പഠനം കഴിഞ്ഞ് വളരെ നാളായി നല്ല ജോലിയില്ല, പഠനത്തിൽ ഒത്തവണ്ണമുള്ള ജോലി നൽകി മാനിക്കണമേ. യേശുവേ, ഇവർക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കണം. എല്ലാ കടഭാരങ്ങളും മാറട്ടെപ്പാ, ബാധ്യതകൾ മാറട്ടെ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ, പലിശക്കടങ്ങൾ മാറട്ടെ. വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. ഈ പലിശക്കടം അടച്ചു തീർക്കുവാൻ എനിക്ക് കഴിയത്തില്ല, ജപ്തിയായി പോവും. കർത്താവ് അനുവദിക്കത്തില്ല. വഴി തുറക്കുക. നിനക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കുക, അവകാശങ്ങൾ ലഭിക്കുക. അവകാശങ്ങളെ കവർന്നു വയ്ക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടുക. ഭാര്യ, ഭർത്താവ്, മക്കൾ, സ്നേഹവും ഐക്യതയും ഉണ്ടാകുക. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോവുക. മക്കൾ മടങ്ങി വരിക, ഭാര്യ മടങ്ങി വരിക, ഭർത്താവ് മടങ്ങി വരിക. അപ്പോൾ അങ്ങ് മടക്കി വരുത്തണമേ കർത്താവ്. ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. അവർ മുഖാന്തരം കുടുംബം, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകളും വിട്ടുമാറട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശപ്പ, സ്വന്തം ഭവനങ്ങൾ നൽകി ഇവരെ അങ്ങ് മാനിച്ചാട്ടെ. ഉദരഫലങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ഉദരഫലങ്ങൾ നൽകിയാട്ടെ. വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ, വാങ്ങലുകൾ നടക്കട്ടെ. അപ്പോൾ ആ കച്ചവടത്തിന് മേലുള്ള തടസ്സം മാറട്ടെ. നല്ല ബയേഴ്സ് കടന്നു വരട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ അപ്പോൾ അങ്ങ് അനുഗ്രഹിക്കണമേ. ബിസിനസ്സുകൾ മെച്ചപ്പെടട്ടെ, കച്ചവടങ്ങൾ മെച്ചപ്പെടട്ടെ. സ്വന്തം കാലിൽ നിൽക്കുവാൻ തക്കവണ്ണം ഇവരെ അങ്ങ് പ്രാപ്തരാക്കി തീർക്കണമേ കർത്താവ്. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അത്ഭുതത്തിൻ്റെ, ദൈവപ്രവൃത്തിയുടെ, വാക്തത്വ നിവർത്തിയുടെ ദിവസമായി മാറട്ടെ. അങ്ങ് ഇവരെ ശ്രേഷ്ഠന്മാരാക്കി മാറ്റുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. സമൃദ്ധന്മാരാക്കി മാറ്റുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ലോകം നൽകാത്തത് നൽകി മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.